ആഷിക ആഗോള അയ്യപ്പ സംഗമം കേരളത്തെ മുഴുവൻ ഒരു സി പി എമ്മിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയ ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പദ്ധതിക്ക് അപ്പുറത്തേക്ക് സി പി എം വലിയ രീതിയിൽ ആവിഷ്കരിച്ച് കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് ഊരാളുങ്കലിന് 55 ലക്ഷം രൂപ സർക്കാർ കൊടുത്തു, ഇനിയും പൈസ കൊടുക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. ഫ്ലോപ്പായ പരിപാടിക്ക് സർക്കാർ പൈസ കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ? അല്ലെങ്കിൽ ഊരാളുങ്കലിന് എന്തിനാണ് സർക്കാർ പൈസ കൊടുക്കുന്നത്? ഇതിൽ പരിപാടി ഫ്ലോപ്പായോ ഹിറ്റായോ എന്നുള്ളതല്ല. ഈ ഊരാളുങ്കൽ ലോട്ടറി അടിച്ചു എന്ന് വേണം പറയാൻ. എങ്ങനെ? അതായത് ഈ പ്രോഗ്രാം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് 7 കോടിയോളം രൂപ വേണമെന്നാണ് ഊരാളുങ്കൽ അറിയിച്ചത്. പക്ഷേ 5 കോടി രൂപയോളം തരാൻ പറ്റുമോ എന്നാണ് ദേവസ്വം വകുപ്പ് അറിയിച്ചത്. ഇപ്പോൾ എന്താ കടുംപിടുത്തം മൂലം 55 ലക്ഷം രൂപ കൂടി ഊരാളുങ്കലിന് നൽകിയിരിക്കുന്നു. ഇനി 1.6 ലക്ഷം കോടി രൂപയാണ് ഇനി ഊരാളുങ്കലിന് ലഭിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു ലോട്ടറി അല്ലേ, പരിപാടി ഫ്ലോപ്പ് ആവുകയും ചെയ്തു, ഊരാളുങ്കലിന് ലഭിക്കാനുള്ള പൈസ ലഭിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു ലോട്ടറി അല്ലേ. അല്ല, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് സർക്കാരിൻ്റെ പരിപാടികളെല്ലാം എന്തിനാണ് ഊരാളുങ്കലിന് കൊടുക്കുന്നത്? വേറെ ഏജൻസികളൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ കോൺട്രാക്ടർമാർ ആരുമില്ല എന്നൊരു ചോദ്യം സമൂഹത്തിന് എല്ലാവർക്കുമുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ ഊരാളുങ്കലിന് മാത്രമായിട്ട് എല്ലാം കൊടുക്കുന്നത് സർക്കാർ? ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, മറ്റേ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ഒരു പ്രസിദ്ധമായ ട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ട്രസ്റ്റാണ് ഈ സർക്കാരിൻ്റെ ഓരോ വകുപ്പുകളും വിളിക്കുന്ന ഒരു ടെൻഡറുകളും നൽകുന്നത്. ആ ടെൻഡറുകൾ കൃത്യമായ ഊരാളുങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിലെ അവസാനത്തെ ക്ലൈമാക്സ്. ട്രസ്റ്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അപ്പനും സുഭദ്രയും. അതെ, അവർ തീരുമാനിക്കുക ഇത് ആർക്ക് കൊടുക്കണം എന്നുള്ളത്. അയ്യപ്പ സംഗമത്തിനെത്തിയ അതിഥികൾക്കുള്ള ഭക്ഷണം, ഗതാഗതം, താമസം എന്നിവയ്ക്ക് വേണ്ടി കൊല്ലം ചവറയിലുള്ള AAC ഈവൻറ്റ് മാനേജ്മെൻറ്റ്, അത് ഈ ഊരാളുങ്കലിൻ്റെ സ്വന്തം കമ്പനിയാണെന്നുള്ളത് അറിയാത്തവരാരുമില്ല. അപ്പോൾ ഇതുവഴി ഊരാളുങ്കലിലേക്ക് ആ ഒരു തുക എത്തിച്ചേരുമ്പോൾ ഈ സർക്കാരിൽ നിന്നും ഊരാളുങ്കൽ അടിച്ചു മാറ്റുന്നത് നേരെ എത്തുന്നത് ആരുടെ കയ്യിലേക്കായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ. ഇത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഇപ്പം ഊരാളുങ്കലിന് ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ കൊടുക്കുമ്പോഴും ഇതെല്ലാം സർക്കാരിലേക്ക് വന്നെത്തുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രസ്റ്റ് ആരാണ്? അപ്പനും സുഭദ്രയും ഞാനും എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ചില ഇഷ്ടക്കാരും ചേർന്ന് ഇത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് അതേ പൈസ തന്നെ തിരിച്ച് കമ്മീഷൻ ഇനത്തിൽ ഇവർക്ക് വന്നു ചേരുന്നു എന്നുള്ള ആക്ഷേപമാണ് സി പി എമ്മിനെതിരെ രൂക്ഷമായിട്ട് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ ഈ ഭരണം കഴിഞ്ഞ് ഇറങ്ങിപ്പോയതിനു ശേഷം ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ഈ മുറയ്ക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ. പൊതുമരാമത്തിന് തന്നെ കൊടുത്തിട്ടുള്ള പല കോൺട്രാക്റ്റിലും വലിയ കോടികളുടെ അഴിമതികളാണ് നടന്നിട്ടുള്ളത് എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു വാർത്തയായിരുന്നു, വീണ ജോർജ് ചെയർമാനായി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയിൽ വലിയ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ, ഒന്നിനും കണക്കോ കാര്യങ്ങളോ മറ്റോ ഓഡിറ്റിങ്ങോ ഒന്നുമില്ല എന്ന് പറയുന്ന വാർത്തകൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കഴിയുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇലക്ഷൻ അവസാനിച്ച് വോട്ട് എണ്ണാൻ പോകുന്നൊരു സാഹചര്യത്തിൽ ഈ സർക്കാർ മാറുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അടുത്ത പ്രതിപക്ഷ നേതാവ്, ആരാണ് അടുത്ത മുഖ്യമന്ത്രി നേതാവ് എന്നുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലും അഴിമതി ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തെ വല്ലാണ്ട് ബാധിക്കില്ലേ? അല്ലെങ്കിൽ ഈ ഭരണശേഷം മറ്റൊരു ഭരണം മാറി വരികയാണെങ്കിൽ ഈ അഴിമതികൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു നാണക്കേടല്ലേ LDF സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്? അതായത് 3.0 എന്ന അടുത്ത LDF സർക്കാർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വരുന്നത് ഇതുപോലുള്ള ആഗോള അയ്യപ്പ സംഗമം, ഇപ്പോൾ പറഞ്ഞ പൊതുമരാമത്ത്, പിന്നെ വീണ ജോർജിൻ്റെ അഴിമതി, ഇത്രയും വലിയ അഴിമതികളായിരിക്കും. ഈ LDF സർക്കാർ കയറിയപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അഴിമതി മുക്ത ഭരണം എന്നാണ്. അഴിമതി ഉണ്ടാവില്ല, തുടച്ചു നീക്കും, അത് നമുക്ക് വേണ്ടി മാത്രം അവകാശപ്പെട്ടതാണ്, അത് മറ്റാരെ കൊണ്ടും ചെയ്യില്ല, നമ്മൾ തന്നെ വെടിപ്പായിട്ട് ചെയ്യും. അതാണ് ഇപ്പോൾ അവസാനമായിട്ട് കണ്ടത്. ഇലക്ഷന് മുമ്പെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ അറിഞ്ഞത് നന്നായി. അല്ല, അതിലും വലിയ കോടികളുടെ അഴിമതി എന്ന് പറയുന്നത് സർക്കാർ പൊതുജനങ്ങളുടെ പണം എടുത്തിട്ടാണ് ഇത്രയും വലിയ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചിറക്കിയിരിക്കുന്നത്. LDF അല്ലാതെ മറ്റാര് എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം, ഞങ്ങളല്ലാതെ ഇവിടെ വേറെ ആരുമില്ല, നിങ്ങളൊന്നും ഇനി ഉണ്ടാക്കാനും വരണ്ട എന്ന് പറയുന്ന രീതിയിൽ. അതെ, അത് മറ്റൊരു തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അഴിമതി നടത്താൻ ഞങ്ങളല്ലാതെ മറ്റാര്?
ആ, ഇതിൻ്റെ ഇടയിലേക്ക് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളുടെയൊക്കെ അടിയിൽ നടക്കുന്ന പാതയിൽ ഓരോ കാര്യങ്ങളും ഉം. ഇപ്പോൾ അഴിമതി നടത്താൻ ഞങ്ങളല്ലാതെ മറ്റാര്, വേണമെങ്കിൽ മുകളിലേക്ക് നോക്കിക്കോളാൻ, നോക്കുമ്പോൾ LDF അല്ലാതെ LDF. മറ്റാര് എന്ന് പറയുന്ന പോസ്റ്റർ. അപ്പോൾ അതിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ മുഖം, എല്ലാത്തിലും എൻ്റെ മുഖം എൻ്റെ ചിത്രം, അതായിരുന്നു പിണറായി വിജയൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. LDF എന്ന് പറഞ്ഞാൽ ഞാനാണ്, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല, എൻ്റെ മുഖം വെച്ച് നിങ്ങൾ പബ്ലിസിറ്റി കൊടുത്താൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക്. അതിനപ്പുറത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് CPM-ൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് എല്ലാത്തിലും പിണറായി വിജയൻ്റെ പടം വെച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിണറായി വിജയൻ്റെ പടം വെച്ചതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഓൾറെഡി ഉണ്ട്. പിണറായി വിരുദ്ധതയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, അല്ലാതെ ഭരണവിരുദ്ധതയല്ല എന്ന് പറയുന്ന ഒരു പക്ഷം ആളുകളുണ്ട്. ഇതിൽ മറ്റൊരു വിരോധാഭാസം ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് വ്യക്തിയാരാധന പാടില്ല എന്ന് പറഞ്ഞ പാർട്ടി നേതാവാണ് ഇദ്ദേഹം. ആ ഒരു കൊറോണ സമയത്ത് ആ ഒരു പാട്ട് അറിയാലോ, അത് പറയുമ്പോഴും മെഗാ തിരുവാതിര ഓർമ്മ, തിരുവാതിരയിൽ വന്ന പാട്ട് കാരണഭൂതൻ, അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് വരുന്നത്. കാരണഭൂതൻ എന്ന് പറയുന്ന ഒരു പേര് പിണറായി വിജയന് വരുന്നതും ആ ഒറ്റ പാട്ടിലൂടെയാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ മോദിയുടെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. അതായത് PR കമ്പനി മുഴുവനായി, അതായത് ഇന്ത്യയിൽ മോദി എന്നൊരു ബ്രാൻഡ് അങ്ങോട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. അതായത് വിശ്വഗുരു, മോദിക്ക് ഇന്ത്യയിലുള്ള വിശേഷണം അതാണ്. മറ്റു രാഷ്ട്രത്തലവന്മാരുമായിട്ട് മോദി, അതായത് ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യുന്നത് മോദിയാണ്, പ്രധാനമന്ത്രി. അങ്ങനെയാണ് PR വർക്കുകൾ പോകുന്നത്. ഇവിടെ കേരളത്തിൽ എടുത്തു നോക്കിയാൽ അത് തന്നെയാണ്. LDF സർക്കാരിന് ഒരു മുഖചിത്രമായിട്ടാണ് ഈ പിണറായി വിജയനെ ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ എന്തെടുത്ത് നോക്കിയാലും, ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ്റെ ആ ഒരു സ്റ്റൺസ്, PR വർക്കും കാര്യങ്ങളും എല്ലാം കണ്ടു. പിണറായി വിജയൻ ഇല്ലാത്ത ഒരു ഫോട്ടോ ഉണ്ടോ? ഇല്ല. കാരണം പിണറായി വിജയൻ എന്ന ഒരു ബ്രാൻഡിനെ എലിവേറ്റ് ചെയ്യുകയാണ് ഈ PR വർക്കിലൂടെ. അതിലൂടെ തന്നെ കോടികൾ ചിലവായി. അത് ആരുടെ പണമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം അഴിമതി ആരോപണം തന്നെ ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതലും വരിഞ്ഞു മുറക്കിയ ഒരു വിഷയമാണ് ഈ ഊരാളുങ്കൽ എന്ന് പറയുന്നത്. ഊരാളുങ്കലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം പ്രതിപക്ഷം തുറന്നു കാട്ടിയൊരു വിഷയമാണ്. പക്ഷേ എന്നിട്ടും ശബരിമല പോലുള്ള വിഷയങ്ങളിലും എല്ലായിടത്തും ഊരാളുങ്കലിനെ കുത്തിക്കയറ്റുന്നു. സ്വന്തം ഇഷ്ടക്കാരെ കുത്തിക്കയറ്റുന്ന ഒരു സർക്കാരായിട്ട് ഇടതുപക്ഷ സർക്കാർ മാറി. ഇനി അധികാരം മാറി വരുമ്പോൾ ഇനി LDF അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് തങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ 10 കൊല്ലം കൊണ്ട് ചെയ്തിട്ടുള്ള അഴിമതി ആരോപണങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ ഓരോ ഫയലുകളും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഈ പാർട്ടി അത്ര കണ്ട് നാണം കെടുന്നൊരു രീതിയിലേക്ക് പോകും. കാരണം അത്രയേറെ അഴിമതി ആരോപണങ്ങളുണ്ട്. ഇത് തെളിയിക്കുക എന്ന് പറയുന്നതാണ് ഇനി മാറിയൊരു സർക്കാർ വരികയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് അങ്ങനെ തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നാളുകളിൽ നിങ്ങളും ചോദ്യം ചെയ്യപ്പെടും. ഇത്തവണ നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നാളുകളിൽ അവർ ചോദിക്കും. അത് ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. എന്താണെങ്കിലും LDF വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. മെയ് 4-ന് ശേഷം അറിയാം യഥാർത്ഥ ഒരു ട്രെൻഡ് എന്താണെന്ന്.